ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ അക്ഷരാർത്ഥത്തിൽ BJPയും കേന്ദ്ര നേതാക്കളും കേന്ദ്രമന്ത്രിമാരും CRPFും പോലീസും ക്ലൂലെസ് ആയിരുന്നു. ഒരു സൂചനയും അവർക്കുണ്ടായിരുന്നില്ല. എന്താണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും നീക്കത്തിനു പിന്നിലെന്ന്, എന്താണ് സംഭവിച്ചതെന്നത് കൃത്യമായ സമയക്രമത്തിലൊന്ന് മനസ്സിലാക്കിയാൽ ഈ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ യോഗം ചേരുന്നത് മുതൽ ഗാന്ധി സ്മൃതിയിൽ ദേശീയഗാനം പാടി ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്നത് വരെ എന്താ സംഭവിച്ചത് എന്ന് പ്രിയ പ്രേക്ഷകർ കാണും. Mahatma Gandhi was assassinated over here. Today, the Modi government is assassinating democracy in India, is brutalizing students, is beating students. The opposition is not going to accept this. We are with the students. ഇതാണ് ഇന്ന് ഗാന്ധി സ്മൃതി വരെയുള്ള പ്രതിഷേധത്തിൽ സംഭവിച്ചത്. നമുക്കിപ്പം ഇപ്പോൾ ജന്തർ മന്ദറിലെ വിവരങ്ങളുമായി മുബഷിർ പി അക്ബറും കൂടി ചേരുന്നുണ്ട്. മുബഷിർ പി അക്ബർ, ജന്തർ മന്ദറിലും പരിസര പ്രദേശങ്ങളിലും ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടു, ഗാന്ധി സ്മൃതിയിൽ അത് അവസാനിച്ചു. CJP പ്രതിഷേധം എങ്ങനെയാണ് ജന്തർ മന്ദർ പുരോഗമിക്കുന്നത്? കൂടുതൽ വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുന്നുണ്ടോ ഇപ്പോഴും? ഡോക്ടർ കുമാർ, ഓരോ ദിവസം കഴിയുന്തോറും ജന്തർ മന്ദറിലെ CJPയുടെ പ്രതിഷേധത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകൾ അണിചേരുന്ന കാഴ്ച, വിവിധ ഇടങ്ങളിൽ നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ജന്തർ മന്ദറിൽ നിന്ന് പങ്കുവെക്കാൻ സാധിക്കുന്നത്. പലതരത്തിൽ ജന്തർ മന്ദറിലെ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തും നടക്കുന്ന വിശേഷം. ഇന്നിപ്പോൾ വീണ്ടും ഇന്റർനെറ്റ് സംവിധാനം പൂർണ്ണമായിട്ടും ആ മേഖലയിൽ നിരോധിച്ചിട്ടുണ്ട്. മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം ഒരു തരത്തിലുമില്ല. അങ്ങോട്ടേക്ക് ഭക്ഷണം എത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ തടയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നടത്തുന്നുണ്ടെങ്കിലും സമരം കൂടുതൽ ദിവസങ്ങൾ കഴിയുന്തോറും കരുത്താർജിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശേഷം ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ സംഘർഷമുണ്ടായതിന് തൊട്ട് പിന്നാലെ പ്രതിപക്ഷത്തിന്റെ ഒരു പിന്തുണയൊക്കെ തന്നെ CJP സമരത്തിന് നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള പ്രചാരണം ശക്തമായ ഘട്ടത്തിൽ കൂടിയാണ് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം, ഗാന്ധി സ്മൃതിയിലേക്കുള്ള പ്രതിഷേധം, അത് വലിയ കരുത്തായിട്ട് CJPയെ സംബന്ധിച്ച് മാറുന്നത്. നേരത്തെ സൗരഭൊക്കെ തന്നെ സംസാരിച്ച സമയത്ത് അത് പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ജന്തർ മന്ദറിലേക്ക് ഈ പ്രതിപക്ഷ നേതാക്കൾ വരുമോ എന്നുള്ളൊരു വിവരമൊക്കെ തന്നെ അവർക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പോലീസിന്റെ സുരക്ഷാ സന്നാഹം തന്നെ അവിടെ വിന്യസിപ്പിച്ചിരുന്നു. അതുണ്ടായില്ല. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സർപ്രൈസിന്റെ ഭാഗമായിട്ട് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. വിശേഷം കഴിഞ്ഞ ദിവസം ഖാർഗെയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ എത്തിയിരുന്നത്. ഇന്നിപ്പോൾ സമാനമായ രീതിയിലൊരു യോഗം വിളിക്കുന്നു. ആ നേതാക്കളെയും കൊണ്ടൊരു ബസ്സിൽ ഗാന്ധി സ്മൃതിയിലേക്ക് എത്തി പ്രതിഷേധിക്കുന്ന കാഴ്ച വലിയ ഐക്യദാർഢ്യ സംഗമമായി കൂടി, CJPക്കുള്ള ഐക്യദാർഢ്യ സംഗമമായി കൂടി ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഈ സമരം മാറി എന്നുള്ളതാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധ സമരത്തോടൊപ്പം ഉണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു പ്രതിഷേധ പരിപാടിയായി കൂടി ഇത് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ പ്രതിഷേധം തുടങ്ങിയ ഒരു ഘട്ടത്തിൽ പോലീസുമായിട്ട് ചെറിയ ഉന്തുതള്ളും ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തകരെ പൂർണ്ണമായിട്ടും അതിന്റെ സംഘാടകർ പുറകിലോട്ട് അനുനയിപ്പിച്ച് ഒരു തരത്തിലുള്ള സംഘർഷവും പോലീസുമായിട്ട് ഉണ്ടാക്കരുതെന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സമാധാനപരമായി സമരം ചെയ്യണമെന്നുള്ളതാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ, ആ ചർച്ചകൾക്കൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾക്ക്, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അങ്ങോട്ടേക്ക് കടന്നു വരാം എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇതിന്റെ CJPയുടെ നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു.